ഈരാറ്റുപേട്ടയിലെ ഇസ്ലാമിസ്റ്റിനെ പരസ്യമായി തൊലിയുരിഞ്ഞ് ഗായിക. കുരുന്നുകളുടെ കലാമേളയിൽ വിളമ്പിയ ഭക്ഷണത്തിൽ ചിലർ ആസൂത്രിതമായി വർഗീയത കലർത്തിയപ്പോൾ സംഗീതത്തിലും വർഗീയത കലർത്താൻ ചില ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ നീക്കം പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഒരു മിടുക്കിയായ ഗായിക. മലബാറിലെ മാപ്പിളപ്പാട്ടിൽ പേരെടുത്ത ഗായകനായിരുന്ന കണ്ണൂർ സലീമിൻ്റെ മകളായ സജില സലീം എന്ന മിടുക്കി പെൺകുട്ടിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ തേർവാഴ്ച നടത്തുന്നുവെന്ന് പറയപ്പെടുന്ന ഈരാറ്റുപേട്ടയിൽ നടന്ന ഗാനമേളയ്ക്കിടയിൽ തന്നെ താറടിക്കാൻ പരിശ്രമിച്ചവനെ പരസ്യമായി വേദിയിലേക്ക് വിളിച്ച് തൊലിയുരിച്ചു വിട്ടത്. ഈരാറ്റുപേട്ട നഗരസഭയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ചേർന്ന് നടത്തിയ നഗരോത്സവം പരിപാടിയിൽ ഗാനമേള നടത്താൻ വന്നതായിരുന്നു കണ്ണൂർ സ്വദേശിനിയായ സജിലയും സഹോദരി സജിനയും. ക്ഷണിച്ചു വരുത്തിയിട്ട് അവഹേളിക്കുന്നതിന് മടിയില്ലാത്ത സംഘാടകർ ഈ സഹോദരിമാർക്ക് വിശ്രമത്തിനും മറ്റാവശ്യങ്ങൾക്കും പര്യാപ്തമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ല. ആ ഇച്ഛാഭംഗവും പ്രയാസങ്ങളും നിലനിൽക്കുമ്പോഴും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഉപജീവനം തരുന്ന സംഗീതത്തോടുള്ള സമർപ്പണവും കടപ്പാടും നിമിത്തം വളരെ മികച്ച രീതിയിൽ തന്നെ സജില ഗാനമേള അവതരിപ്പിച്ചു. കൂടുതലും പാടിയത് മാപ്പിളപ്പാട്ടുകളായിരുന്നുവെങ്കിലും കേൾവിക്കാരുടെ താല്പര്യം പരിഗണിച്ച് മറ്റു പാട്ടുകളും അവർ വേദിയിൽ ആലപിച്ചു. എല്ലാ പാട്ടുകളും മനോഹരമായിരുന്നു. കേൾവിക്കാർ അത് കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ സംഗീതത്തിലും മതം കണ്ടെത്തിയ ഒരു ഇസ്ലാമിസ്റ്റിന് മാത്രം അത് സുഖിച്ചില്ല. പാടുന്നത് പെണ്ണല്ലേ, പേടിപ്പിച്ചേക്കാമെന്ന് കരുതി. ഇനി ഇവിടെ മാപ്പിളപ്പാട്ടല്ലാതെ മറ്റ് പാട്ടുകൾ പാടിയാൽ തല്ലുമെന്നും കൊല്ലുമെന്നുമൊക്കെ അയാൾ തട്ടിമൂളിച്ചു. എന്നാൽ മതചിന്തകൾക്ക് മുകളിൽ കലയെയും സംഗീതത്തെയും ഉപാസിക്കുന്ന കണ്ണൂർ സലീമിൻ്റെ മകൾ സജില വെറുതെ കലാപമുണ്ടാക്കാൻ മാപ്പിളപ്പാട്ടിനെ കൂട്ടുപിടിച്ച ആ അസ്വസ്ഥ മാനസനെ പരസ്യമായി സ്റ്റേജിലേക്ക് വിളിച്ച് കണക്കിന് ശാസിച്ചു. ഇങ്ങോട്ടേക്ക് വന്നേ. ഇത് ഭയങ്കര ഇൻസൾട്ടിങ് ആണ് നമുക്ക്. കാരണം നമ്മൾ നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുകയാണ്. അല്ല ഇക്ക, ഒരു മിനിറ്റ്, ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം കുറെ സമയമായിട്ട് നമ്മൾ ഇവിടുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ പാട്ടും കേൾക്കാൻ നമ്മൾ എല്ലാ ടൈപ്പ് പാട്ടുകൾ വേണമെന്നുള്ളൊരു കൈയടിച്ച് എല്ലാ ടൈപ്പ് പാട്ടുകൾ കേൾക്കണം എന്നുള്ളവര് നമ്മളിവിടെ വന്നിട്ട് അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അല്ലാതെ നമ്മള് തല്ലാനോ തോപ്പിക്കാനോ എന്നല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പരിപാടി ചെയ്യാൻ. അങ്ങനെ വേണമെങ്കിൽ നല്ലൊരു കൈയടിയാവും എല്ലാവരും ചേർന്നുകൊണ്ട്. താങ്ക് യു സോ മച്ച്. എന്താണ് ചേട്ടാ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ആരടുത്തും അങ്ങനെ ഒരു ബിഹേവിയർ പാടില്ല. അടുത്ത പാട്ടുപാടി അടിക്കുന്നൊക്കെ. അപ്പം ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഒന്നും അല്ലാണ്ടായി. ഇപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സ്റ്റേജിൽ വന്ന് പറയുന്നത്. അതോടെ വിവരദോഷിയുടെ വിവരമില്ലായ്മയ്ക്ക് ശമനമുണ്ടായി. തല്ലുമെന്നും കൊല്ലുമെന്നുമൊക്കെയുള്ള ഇവരുടെ തിട്ടൂരങ്ങൾ കേട്ടാൽ ഭയന്നു വിറച്ച് താണു വണങ്ങി നിൽക്കുന്ന വീട്ടിലെ പെണ്ണുങ്ങളെ പോലെ തറവാട്ടിൽ പിറന്ന പഠിപ്പും വിവരവുമുള്ള സ്ത്രീകളും ഓച്ചാനിച്ച് നിൽക്കുമെന്നായിരുന്നു ഈ വിവരദോഷി ധരിച്ചു വശായത്. പക്ഷേ സജില പേടിച്ചില്ലെന്ന് മാത്രമല്ല, പ്രതികരിക്കുക കൂടി ചെയ്തതോടെ അവനാകെ ചമ്മി നാണം കെട്ട് ചുരുണ്ട് അവിടെയിരുന്നു. പരിപാടിയുടെ സമാപനത്തിൽ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഖാദർ കൃതജ്ഞത പറഞ്ഞപ്പോൾ സജിലയെ അഹങ്കാരി എന്നും ഗാനമേളക്കാരെ വാരി അലക്കാതെ വിട്ട നാട്ടുകാരോട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്ന വീഡിയോ ആണ് ആദ്യം പുറത്തു വന്നത്. നമ്മുടെ പാട്ടിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അഹങ്കാരത്തിന് കൂടുവെച്ച ഒരു പാട്ടുകാരിയാണ് ഇന്നലെ ഈരാറ്റുപേട്ട പാടിയത്. അതോടെ ഏതോ അഹങ്കാരിയായ പാട്ടുകാരിയെ തന്നെ വിളിച്ചു വരുത്തി സംഘാടകരോട് അപമര്യാദയായും അഹങ്കാരത്തോടെയും പെരുമാറിയെന്ന് ഏവരും കരുതി. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഇൻസൾട്ട് ചെയ്യാൻ വന്നവനോട് സജില പ്രതികരിക്കുന്ന വീഡിയോയും സജിലയുടെ പ്രതികരണവും വന്നതോടെയാണ് യഥാർത്ഥത്തിൽ അഹങ്കാരം കാട്ടിയത് ആരാണെന്നും ആരെയായിരുന്നു വാരി അലക്കേണ്ടതെന്നുമൊക്കെ എല്ലാവർക്കും മനസ്സിലായത്. വർഷങ്ങളോളം കഠിനാധ്വാനം കഴിച്ചു നേടിയ കലാസിദ്ധിയെ മതവൽക്കരിക്കാൻ ശ്രമിച്ചവനോട് മുറിവേറ്റ സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായി ചുട്ട മറുപടി കൊടുത്ത സജിലയ്ക്കായി ഇപ്പോൾ കേരളം മുഴുവനും കൈയടിക്കുകയാണ്. അടിച്ചമർത്തപ്പെട്ടവരെന്ന് കരുതിയ സ്ത്രീ സമൂഹത്തിൻ്റെ കരുത്തും തൻ്റെടവും എന്താണെന്ന് ഇറാനിലെ മൂപ്പന്മാർക്ക് പിടികെട്ടിക്കഴിഞ്ഞു. സൗദിയിലെ അധികാരികളും അത് മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലും ഇസ്ലാമിലെ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് കോഴിക്കോട് ഹിജാബ് കത്തിച്ചതിന് തൊട്ടുപുറകെ ഇതാ സമൂഹത്തിൽ മതം പറഞ്ഞ് ആളാകാൻ നോക്കിയ ഈരാറ്റുപേട്ടക്കാരനും ആവശ്യത്തിന് വാങ്ങിച്ചു കൂട്ടി എന്നല്ലാതെ എന്തു പറയാൻ. സജില സലീമിന് അഭിവാദ്യങ്ങൾ.